തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സഹപാഠിയുടെ കുത്തേറ്റ് മരിച്ചു. 3ാം വർഷ വിദ്യാർത്ഥി VL വാലന്റൈൻ ആണ് കൊല്ലപ്പെട്ടത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി T ലസം സ്വാലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ വാലന്റൈന് നേരെ ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയുടെ ആക്രമണമുണ്ടായത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ T ലസം സ്വാലയുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിലൂടെയുണ്ടായ വാക്കുതർക്കമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത്. കോളേജിന് സമീപത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലെ റൂമുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. അതിനിടെ രാത്രി 11 മണിയോടെ കോളേജിന് സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. വാലന്റൈന്റെ നെഞ്ചിലും പുറകുവശത്തുമായി 3 കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നഗരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്നും മുഖ്യമന്ത്രി. ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് ഡിലേഡ് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാണ്. അതുണ്ടാകാതിരിക്കാൻ എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നത് സാധാരണക്കാരന് നീതി ലഭ്യമാക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണം. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന്. കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം. 20 ലക്ഷത്തോളം രൂപയുടെ സ്വർണം മോഷണം പോയി. കാരശ്ശേരി കുമരനെല്ലൂർ കുടങ്ങരയിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മോഷണം നടന്നത്. ഷെറീന ചക്കിങ്ങലിന്റെ വീട്ടിൽ ആണ് മോഷണം നടന്നത്. വീട്ടിലുള്ളവർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് സംഭവം. വീടിന്റെ ഓട് ഇളക്കിയാണ് മോഷ്ടാവ് വീടിനകത്ത് കയറിയത്. മുക്കം പോലീസ് സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് തുണിക്കടയ്ക്ക് തീപിടിച്ചു. മദർ ഇന്ത്യ എന്ന തുണിക്കടയ്ക്കാണ് രാവിലെ 6 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു.